കൊരട്ടിയിലെ കാർ അപകടത്തിൽ മരിച്ച കൊറ്റഞ്ചേരിൽ ജെയ്മോനും മകൾ ജോയന്നയ്ക്കും നാട് വിട നൽകി. ഇരുവരുടെയും മൃതദേഹങ്ങൾ ജോയന്ന പഠിച്ചിരുന്ന ഊന്നുകൽ ലിറ്റിൽ ഫ്ലവർ ഹൈസ്കൂളിൽ പൊതുദർശനത്തിന് വച്ചിരുന്നു. സഹപാഠികളും അധ്യാപകരും ഉൾപ്പെടെയുള്ളവർ അന്തിമോപചാരം അർപ്പിച്ചു. അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ജെയ്മോന്റെ ഭാര്യ മഞ്ജുളയ്ക്കും മകൻ ജോയലിനും പ്രിയപ്പെട്ടവരുടെ സംസ്കാര ശുശ്രൂഷകളിൽ പങ്കെടുക്കാനായില്ല. ഇരുവരും ആശുപത്രിയിൽ വച്ച് അന്തിമോപചാരം അർപ്പിച്ചു. ഊന്നുകൽ ലിറ്റിൽ ഫ്ലവർ സ്കൂളിൽ കഴിഞ്ഞ ദിവസം വരെ ആർത്തുല്ലസിച്ച് നടന്നിരുന്ന ജോയന്ന ശനിയാഴ്ച സ്കൂളിലെത്തിയത് പിതാവ് ജെയ്മോനോടൊപ്പം നിശ്ചലമായ ശരീരവുമായാണ്. പ്രിയ കൂട്ടുകാരിയെ അവസാനമായി ഒരു നോക്ക് കാണാൻ സഹപാഠികളും പ്രിയപ്പെട്ട വിദ്യാർത്ഥിനിയെ കാണാൻ അധ്യാപകരും കാത്തുനിന്നിരുന്നു. എല്ലാവരുടെയും മുഖത്ത് ദുഃഖം മാത്രം. ജോയന്നയുടെ ആകസ്മികമായ വേർപാട് അവർക്ക് താങ്ങാവുന്നതായിരുന്നില്ല. സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു ജോയന്ന. വെള്ളിയാഴ്ച പുലർച്ചെ കൊരട്ടിയിലുണ്ടായ കാർ അപകടത്തിലാണ് ജോയന്നയും പിതാവ് നമ്പൂരിക്കൂപ്പ് കൊറ്റഞ്ചേരിയിൽ ജെയ്മോനും ജീവൻ നഷ്ടപ്പെട്ടത്. സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹങ്ങളിൽ ഒട്ടേറെ പേർ അന്തിമോപചാരം അർപ്പിച്ചു. ആന്റണി ജോൺ MLAയും മറ്റ് ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും ഉൾപ്പെടെയുള്ളവർ ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു. കോതമംഗലം മാർബസോലിയസ് ആശുപത്രിയിലെ മോർച്ചറിയിലാണ് ജെയ്മോന്റെയും ജോയന്നയുടെയും മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരുന്നത്. അപകടത്തിൽ പരിക്കേറ്റ ജെയ്മോന്റെ ഭാര്യ മഞ്ജുളയും മകൻ ജോയലും ഇവിടെ ചികിത്സയിലാണ്. യാത്ര ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലായതിനാൽ മഞ്ജുളയ്ക്കും ജോയലിനും പ്രിയപ്പെട്ടവർക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ ആശുപത്രിയിൽ സൗകര്യം ഒരുക്കുകയാണ് ചെയ്തത്. ഇവരുടെ അസാന്നിധ്യത്തിലാണ് മരണാനന്തര ശുശ്രൂഷയും സംസ്കാരവും നടന്നത്. GTV ന്യൂസ് ഊന്നുകൽ.